ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കപ്പ എല്ലും വേവിച്ച് ശരിക്കും കോട്ടയം സ്റ്റൈലിലാണ് ഞാൻ കപ്പ എല്ലും വേവിക്കുന്നത് കേട്ടോ. അപ്പം ഈ കപ്പ എല്ലും നമ്മൾ എല്ല് കൊണ്ടുപോകുന്നുണ്ടല്ലോ, നന്നായിട്ട് കഴുകണം. അത് 8-9 പ്രാവശ്യമെങ്കിലും മിനിമം കഴുകി റെഡിയാക്കി നമ്മൾ കുക്കറിനകത്തോട്ട് നമ്മൾ പിഴിഞ്ഞെടുക്കുക. അതിനുശേഷം നമ്മൾ മഞ്ഞൾ പൊടിയും മുളക് പൊടിയൊക്കെ 1 ടീസ്പൂൺ മതി. പിന്നെ ഞാനിവിടെ മല്ലിപ്പൊടിയും നമ്മുടെ പെരിഞ്ജീരകക്കൂട്ടും കൂടെ വറുത്ത് പൊടിച്ചാണ് ചേർക്കുന്നത്. പിന്നെ ഞാൻ ഇച്ചിരി കുരുമുളക്, നമ്മളെപ്പോഴും കുരുമുളക് പൊടി ചേർക്കണം. ഇതിൻ്റെ ഹൈലൈറ്റ് കുരുമുളക് പൊടി ചേർക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഞാൻ ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അടുപ്പ് വെക്കുവേ. ഒരു 7-8 പിസിലെങ്കിലും മിനിമം അടിക്കണം, എന്നാലേ അത് വേഗത്തുള്ളൂ കേട്ടോ. വെന്ത് നന്നായിട്ട് ചേരണം. എന്തെങ്കിലും വന്നതിന് ശേഷം നമ്മൾ പിന്നെ അത് ഓപ്പണാക്കി എയറെല്ലാം പോയ ശേഷം പിന്നീട് അത് വീണ്ടും നമ്മൾ അതിനകത്ത് ആവശ്യത്തിന് സവോളയും അല്ലെങ്കിൽ ചെറിയുള്ളി ചേർക്കാവുന്നതാണ്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ചേർത്ത് ഒന്നുകൂടെ നമ്മൾ വേവിക്കുക. അതിനുശേഷം നമ്മൾ അപ്പോൾ സവോളയെല്ലാം നന്നായിട്ട് വെന്ത് ചെയ്യും, അതിന് വേണ്ടിയാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ചീനച്ചട്ടി ഇതുപോലെ അടുപ്പ് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഇച്ചിരി കടുക് പൊട്ടിച്ചിട്ട് ശകലം മഞ്ഞൾ പൊടിയും, നിങ്ങൾക്ക് നേരത്തെ ചേർത്തതായതുകൊണ്ട് ഒരു സ്വല്പം കൂടെ വേണം ചേർക്കാം. ഇച്ചിരി മഞ്ഞൾ പൊടി ചൂടാക്കുമ്പോൾ ടേസ്റ്റ് മാറും. മഞ്ഞൾ പൊടിയും പിന്നെ ഇച്ചിരി നമ്മുടെ പെരിഞ്ജീരകക്കൂട്ടില്ലേ നമ്മൾ പൊടിച്ച് വെച്ചാൽ അതും ഇച്ചിരി കൂടെ എല്ലാം കൂടെ ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് അത് ഫ്രൈ ആയി വരുമ്പോഴത്തേനും നല്ലതായിട്ട് വരുമ്പം നമ്മുടെ എല്ല് വെന്ത് വെച്ചത് ഇടുക. പിന്നെ ഞാൻ ഓൾറെഡി ഇവിടെ കപ്പ കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു, കപ്പ വെന്ത് വെച്ചേക്കുമായിരുന്നു, അതും നമ്മൾ ചേർക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇവിടെ എല്ലാം നല്ലതായിട്ട് യോജിച്ച് ചേരണം. ഇതിനകത്ത് ഈ നമ്മുടെ എല്ലിനകത്ത് എപ്പോഴും മജ്ജയുണ്ട്. അപ്പം അത് ഇതിനകത്ത് യോജിക്കണമെങ്കിൽ അത് നന്നായിട്ട് വെന്ത് ചേർന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഗുണം കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്നിട്ട് ഇതുപോലെ ഒരു കാസറോളാക്കി വെക്കാം, ചൂടോടി നമുക്ക് കഴിക്കാവുന്നതാണ്.